മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനേ സിംബാബ്വേയിൽ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് പോയിട്ടൊന്ന് വരണ വഴിയാണ്. അപ്പോൾ ഇവിടുത്തെ വില്ലേജ് ഏരിയയിൽ കൂടെ ഒക്കെ ഒന്ന് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്നാണ് ഈ വീഡിയോയിലുള്ളത്. ഞാനിപ്പോൾ ഉള്ളതേ സിംബാബ്വേയിൽ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. ഇവിടെ വരാൻ കാരണം വേറെ ഒന്നുമല്ല, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പള്ളി ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ ഗ്രാമം അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ നല്ല നല്ല കാഴ്ചകൾ, നല്ല പച്ചപ്പാണ്, നല്ല ക്ലൈമറ്റും, അടിപൊളി ക്ലൈമറ്റും ഇവിടെ വില്ലേജ് ഏരിയയിൽ. അപ്പോൾ ഈ വില്ലേജിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക്. ഞാനേ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ഒരുത്തനിങ്ങനെ മരത്തിൻ്റെ ചോട്ടിലൊക്കെ കിടന്നുറങ്ങണം. ചെറിയൊരു പയ്യനാണ് കേട്ടോ. ഇത് എന്നെ കണ്ടപ്പോൾ ചിരിച്ച് അതുകൊണ്ട് ഈ നീറ്റതാണ്. വാട്ട്സ് യുവർ ഗുഡ് നെയിം? യുവർ നെയിം? അഞ്ജലി എന്നാണ് കേട്ടോ അവൻ്റെ പേര്. അഞ്ജലി എന്ന് നമ്മളെ നാട്ടിൽ പെണ്ണുങ്ങളുടെ പേരാണ്. ഓക്കെ, സി യു, ബൈ. ഇവിടെ പിന്നെ ഗ്രാമപ്രദേശങ്ങളാണ്. ഇപ്പോൾ അങ്ങോട്ടൊക്കെ എനിക്കറിയില്ല എങ്ങനെ പോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്നൊക്കെ. അപ്പോൾ ഞാനിവിടെ പള്ളി വന്നതാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. ഓക്കെ. അതെ, എൻ്റെ കയ്യിൽ ഒരു ഡ്രിങ്ക്സ് ഇരിക്കണുണ്ടോ. ഇത് പെപ്സിയോ മറ്റേതൊന്നും അല്ല കേട്ടോ, ഇതൊരു ജ്യൂസ് ഐറ്റംസാണ്. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. ഇത് കാരണം ഞാൻ അവിടെ നടന്നു വരുമ്പോൾ വെയിലത്ത് പണിയെടുക്കണം. ഹവാറിയൊക്കെ പറഞ്ഞ്, അപ്പോൾ അവൻ പറഞ്ഞ് എനിക്കൊരു ഡ്രിങ്ക്സ് വാങ്ങി തരുമെന്ന് വെച്ച്. അപ്പോൾ അവൻ വെയിലത്ത് പണിയെടുക്കണതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് നടന്നപ്പോൾ വേറെ ഒരുത്തരും. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഡ്രിങ്ക്സ് ഞാൻ വാങ്ങി. കാരണം വെച്ചാൽ കാരണം വെയിലത്ത് പണിയെടുക്കണ പാവങ്ങൾ എനിക്ക് കണ്ടപ്പോൾ പാവങ്ങൾ തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്തു. ഓക്കെ, കാരണം നമ്മൾ വെയിലത്തൊക്കെ പണിയെടുത്ത് തരുന്നതാണ്. വെയിലത്താണ് ഇപ്പോഴും പണിയെടുക്കുന്നത് ദുബായ് എയർപോർട്ടിലൊക്കെ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ വെയിലത്ത് പണിയെടുക്കുന്ന ബുദ്ധിമുട്ട്. ഹായ്, ഹൗ ആർ യു മാൻ? How are you doing, my friend? Good. I am just come to prayer here in the mosque. Oh, you come to pray in the mosque? Yeah. That's I want to explore your village area. No problem. Because I am living in Victoria Waterfall. Oh, you are living in the Victoria Falls Hotel? Yeah, actually I'm coming from Dubai. From Dubai? Yeah, travel agent. Okay. Nice. Nice to meet you. Yeah. Nice to meet you. Okay. How is Zimbabwe treating you? Zimbabwe is very nice. Zimbabwe. Nice guy. Yeah. Thanks for the treat. No problem. Just No super problem. here. We don't drink too much. Yeah. What is this actually? Juice, eh? No, it's a traditional beer. Traditional beer? Yes. Okay. Made from, what they call it, sogame. 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 Yeah. Okay. Sogame and millet. Okay. No no problem. problem. Enjoy your drinks. Thank you very much, man. Okay. All right. അങ്ങനെ അവർക്ക് ഡ്രിങ്ക്സൊക്കെ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടാ. ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടില്ലേ ഗ്രാമത്തിൽ. ഇപ്പോൾ ഇവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഹായ്. നമ്മളെ ഗ്രാമത്തിൽ നാട്ടിൽ പെണ്ണുങ്ങളൊക്കെ പോണ പോലെ തന്നെ ഇവിടെ രണ്ട് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, തൊപ്പിയൊക്കെ വെച്ചിട്ട്. നല്ല ട്രഡീഷണൽ ഡ്രസ്സൊന്നുമല്ല ഇപ്പോൾ ഇവർ യൂസ് ചെയ്യുന്നത്. ഇവരെ ഡ്രസ്സല്ല, ട്രഡീഷണൽ ഡ്രസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ വില്ലേജിലായാലും യൂസ് ചെയ്യണതൊക്കെ അവരൊക്കെ യൂസ് ചെയ്യണത് മോഡേൺ ഡ്രസ്സുകളാണ്. പാൻറ്റും ഷർട്ടും ടീഷർട്ടും അങ്ങനത്തെ ഒക്കെയാണ്.
അപ്പോൾ ഇവിടെ നല്ല നല്ല മരങ്ങളും നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. കണ്ടിട്ട് തന്നെ കണ്ടില്ല, സീനറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സിംബാബ്വെ എങ്ങനെ ഉണ്ടെന്നുള്ളത് കണ്ടില്ലേ. ആൾക്കാരൊക്കെ നല്ല പെരുമാറ്റം കേട്ടാണ്. അപ്പോൾ ഞാനൊക്കെ ആദ്യ കാലങ്ങളൊക്കെ ഇങ്ങോട്ട് ആഫ്രിക്കയിലേക്ക് വരുന്നതിൽ മുന്നൊക്കെ വിചാരിച്ചിരുന്നത് ഇവിടെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്, നമ്മൾ വന്നാലൊക്കെ ശരിയാവുമോ എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ ആക്രമണമോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഞാനിപ്പോൾ ഇതിന് മുന്നേ ജനുവരിയിൽ കെനിയ പോയില്ലേ, കെനിയയിൽ ഞാൻ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ നടന്ന് ക്യാമറയും പിടിച്ച് ഒരു പ്രശ്നമില്ല. പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ മാത്രമല്ലല്ല. ഇപ്പം നമ്മുടെ നാട്ടിലും പ്രശ്നങ്ങളില്ലാത്ത ഏരിയ ഉണ്ടാ, ചില ഏരിയകളിലെ പ്രശ്നങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടക്കണില്ലേ. ആ ലോകത്തിൻ്റെ എല്ലാ രാജ്യത്തും അങ്ങനെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു രാജ്യം മാത്രം ഫോക്കസ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ആഫ്രിക്ക മാത്രം, ആഫ്രിക്കയിലെ ആളുകൾ ഭയങ്കര പ്രശ്നക്കാരാണ് അങ്ങനെ തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ എല്ലാ സംഭവം എല്ലാ രാജ്യത്തും പ്രശ്നക്കാരും ഉണ്ട്, എല്ലാ രാജ്യത്തും നല്ല ആളുകളും ഉണ്ട്. ഇവിടെ മാങ്ങ കഴിച്ച് കിടക്കുന്നുണ്ടില്ലേ, ഇതേ കണ്ടില്ലേ മാങ്ങ. ഇവിടെ ചെറിയ മാവുമ്മ കണ്ടില്ലേ മാങ്ങ ഇങ്ങനെ, എല്ലാ മാവുമ്മയും ഇവിടെ ചെറിയ മാവുമ്മ ഇങ്ങനെ മാങ്ങ കഴിച്ചിട്ടുണ്ട്. നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് കുറച്ച് പൈസ ഉള്ള ആൾക്കാരെ വീടാണെന്ന് തോന്നുന്നുണ്ട്. നല്ലൊരു വണ്ടിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇനോവ പോലത്തെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ. അവിടെ ഡോഗ് ഉണ്ട്, ശ്രദ്ധിക്കണം. അവിടെ ബോർഡ് ഉണ്ട്, ബിഹേവിയർ ഓഫ് ഡോഗ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ വഴിക്ക് പോകണില്ല. ഇവിടെ ചെറിയൊരു വീട് വേറെ കണ്ടില്ലേ. ഇവിടെ ഒരു വണ്ടി, നമ്മളെ നാട്ടിലെ ഇൻഡിഗോ, ടാറ്റ ഇൻഡിഗോയുടെ വണ്ടിയില്ലേ, ടാറ്റ ഇൻഡിഗോ അല്ല ഇൻഡിക്ക, ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് അല്ലേ, ഇൻഡിക്ക പോലത്തെ ഒരു വണ്ടി ഏട്ടാ അത്. പിന്നെ ഇവിടെ മണ്ണ് കണ്ടില്ലേ, ഇവിടുത്തെ മണ്ണ് വളരെ ചോന്ന മണ്ണാണ് കണ്ടാ. ഇത് കൊണ്ടുവന്നേക്കണ എണ്ണോണ്ടിട്ടാ, എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ വർക്കിന് നമ്മൾ മണലൊക്കെ ഇറക്കണ പോലത്തെ അല്ലല്ല, ആ ഭാഗത്ത് നോക്കിയ മണ്ണും ചോന്ന മണ്ണൊക്കെ തന്നെ എണ്ണമുണ്ട് ഇവിടെ. ചോന്ന മണ്ണാണ്, എല്ലായിടത്തും ചോന്ന മണ്ണാണ് കാണുന്നത്. ഓക്കെ, ചോന്ന മണ്ണാണ്. പിന്നെ എന്താ ഇത്, എന്തോ ഒരു സ്കൂളോ എന്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. സ്കൂൾ ഇവിടെ എന്താ, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് വാട്ടർ ടാങ്കിൻ്റെ എന്തൊക്കെയുണ്ട്, വിക്ടോറിയ വാട്ടർ ടാങ്ക്സ് സ്റ്റാൻഡേർഡ് ഫാബ്രിക്കേഷൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നോർത്ത് സ്റ്റാർ അലയൻസ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ കമ്പനിയല്ലേ, അറിയില്ല എന്താണ് സംഭവം. ഓക്കെ, ചെറിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇത് നല്ലൊരു വീട് ഇപ്പോൾ ഇവിടെ പണിതിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ വേറൊരു വീട്, നല്ല അടിപൊളി വീട് കേട്ടോ. ഇവിടെ ഉമ്രത്തൊക്കെ കിടക്കണ പോലെ രണ്ടാളുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പുറത്ത് ഇങ്ങനെ ഒരു ടൊയോട്ട പ്രൈഡോ ഇവിടെ ഉണ്ട്. ഒരമ്മയും മോനുണ്ട് അവിടെ ഇങ്ങനെ പുറത്ത്, വീടിൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കുന്നു. ഹായ് ഹായ് ഹായ്, ഗുഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഒരു, പിന്നെ ഒരു ഓപ്പോസിറ്റ് ഒരു നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ടെമ്പോ ട്രാവലൊക്കെ പോലെ തന്നെ വാൻ, ഈ ക്രൂയിസ് വാൻ അങ്ങനെ എന്തൊക്കെ പറയുമല്ലോ ഇതിന്, അതാണ്. ഇവിടെ ട്രക്കിൻ്റെ കമ്പനിയാണ് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് ട്രക്കുകൾ കണ്ടില്ലേ, ആ ഭാഗത്ത് ഒരുപാട് ട്രക്കുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ട്രക്കുകൾ. ഓക്കെ, അപ്പോൾ ഇതിലാണ് ഞാൻ നേരത്തെ കയറി അങ്ങോട്ട് പോയത്, ഈ വഴി കേട്ടോ. ഈ വഴി അങ്ങോട്ട് ഞാൻ നേരത്തെ കയറിപ്പോയി. അപ്പോൾ ആ പയ്യനെ കണ്ടത് ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് അവിടെ കിടക്കുന്നുണ്ടായത് ഞാൻ വരുമ്പോൾ തന്നെ. പള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന അവിടെ ഇറങ്ങിയതാണ്, പള്ളി അവിടെ പള്ളി കാണിക്കാം. പിന്നെ ഇവിടെ ഇഷ്ടിക അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇഷ്ടിക കിട്ടാറില്ലല്ലോ, അല്ല ഇഷ്ടിക കൊണ്ടൊക്കെ വീട് പണി കുറവാണ് നമ്മുടെ നാട്ടിൽ. ഹായ്, ഗുഡ്. അപ്പോൾ ഇവിടെ ഇഷ്ടിക കിട്ടുന്നുണ്ട്. ഇഷ്ടിക കണ്ടില്ലേ, ഇഷ്ടികയുടെ വീടാണ് ഇവിടെ മിക്ക സ്ഥലത്തും ഞാൻ കണ്ടത്. ഇവിടെ മണ്ണ് നല്ല ചുവന്ന മണ്ണ്, അതുകൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലിപ്പോൾ ചെങ്കല്ലുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, സിമെൻറ്റും മെറ്റലും ഉപയോഗിച്ചുള്ള കട്ടൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ വീട് പണിയണത്. ഇപ്പോൾ ഇത് കണ്ട, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചില ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ പണിയുന്ന ടൈപ്പാണ് ഇവർ പണിതേക്കുന്നത് കണ്ട. ഈ ഒരു വീട് നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, നല്ല അടച്ചുറപ്പൊക്കെ ആയിട്ട് പണിതേക്കാണ്. ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പള്ളി ഇതാണ് കേട്ടോ, ഈ കാണുന്നതാണ് പള്ളി. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നതാണ്. പിന്നെ ഇതാ ഒരു പയ്യൻ നിസ്കരിക്കാനൊന്നും ഉണ്ട്. യു ആർ കം ടു ഹിയർ മോസ്ക്? ഓക്കെ, ഗുഡ്. ഓക്കെ, സീ യു ബൈ. ഇവിടെ 2-3 കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും മാങ്ങ തിന്നുന്നുണ്ട്. ഞാനിങ്ങോട്ട് വരുമ്പോഴേ റോട്ടിലൊക്കെ പിള്ളേർ മാങ്ങ തിന്നുന്നുണ്ട്. കാരണം ഇവിടെ മാങ്ങയുടെ സീസൺ ഒന്നുമുണ്ട്. കാരണം ഞാനപ്പോൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി, മാങ്ങ തിന്നണ ഭാഗം. ഹായ്, ഹൗ ആർ യു? ഗുഡ്. ഓക്കെ, യു ആർ നോ സ്കൂൾ ടുഡേ?
Yes. No school? Yes. For it close. All gone. Just finish and come back. Okay. Good. Enjoy. Okay. Okay. Bye. ഇതൊരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. വണ്ടി കിടക്കുന്നുണ്ട്. കട്ടപ്പുറത്താണ് ഒരു വാൻ. നമ്മുടെ നാട്ടിലൊക്കെ മാരുതി വാനില്ലേ, അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഒരു വാൻ. ഇവിടെ വീട്ടിൽ അച്ഛനും മോള് ഇരിക്കുന്നു. ഹായ്. ഗുഡ്. അവളിങ്ങനെ കൗതുകരായിട്ട് നോക്കുന്നുണ്ട്. ഒരു മോള് അവിടെ ഇരുന്നിട്ട് നമ്മളെ ക്യാമറ ഒക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നൊരു മോള് നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതൊക്കെ തന്നെയാണ് വില്ലേജ് ഉള്ളത്. എന്തായാലും ഇവിടെ വന്നപ്പോഴേ ഞാൻ സിറ്റി ഏരിയയിൽ താമസിച്ചപ്പോഴേ അവിടെ ഒരുപാട് മരങ്ങൾ കണ്ട്. മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് മരങ്ങൾ. അയ്യോ ഗുഡ്. കാരണം ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കണം പോണ വഴിക്കേ. അപ്പോൾ അതാണ് ഒരു ഹായൊക്കെ കൊടുത്തവർക്ക്. ഇതിവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കുരങ്ങന്മാർ നടക്കുന്നുണ്ട് ഇവിടെ. കുരങ്ങന്മാർ ഒരുപാടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇവിടെ അമ്മക്കുരങ്ങനും ഒക്കെ ആയിട്ടാണ് പോണത്. ആഫ്രിക്കൻ കുരങ്ങാണ്, നമ്മളെ നാട്ടിലെ അല്ല. മുഖം കുറച്ച് വ്യത്യാസമുണ്ട്. മുഖം ഇങ്ങനെ നീളം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എന്തോ ഒരു സ്കൂളാണ് കേട്ടോ. ഓക്കെ, കുരങ്ങന്മാർ അങ്ങോട്ട് പോകുന്നുണ്ട്. കണ്ടാ, അവിടെ എടുത്തേക്ക് ചെല്ലാനെങ്കിൽ പേടിയുണ്ട്. മേത്തേക്കോ ക്യാമറയിലേക്കൊക്കെ ചാടിയാലോ എന്നുള്ള പേടി കൊണ്ടുണ്ടോ ഞാൻ എടുത്തേക്ക് ചെല്ലാത്തത്. ഓക്കെ, അവർ പേടിച്ചിട്ട് പോവുകയാണ്, എന്നെ പേടിച്ചിട്ട് പോവുകയാണ്. കൊള്ളാമല്ല, ഞാൻ അവരെ പേടിച്ച് അവരെന്നെ പേടിച്ച്. കൊള്ളാം. ഇതേ റോട്ടിൽ 2 കുരങ്ങന്മാരും തല്ലുകൂടുന്നു. ഓക്കെ, ഇത് സ്കൂളോ എന്താണ് കേട്ടോ, നമുക്ക് നോക്കാം ഇതെന്താണ്. ഓക്കെ, ഇത് സ്കൂളാണ്. ഇത് കണ്ടില്ലേ, സ്കൂളാണ്. സ്കൂള് പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻ സ്കൂൾ. ഓക്കെ, ഇത് സ്കൂൾ ബസ്സാണോ? സ്കൂൾ ബസ്സായിരിക്കുള്ളൂ. നോക്കിയാ, പഴയ ഒരു മോഡൽ ബസ് കണ്ടാ, പഴയ മോഡൽ. ഇത് സ്കൂൾ ബസ്സാണോ അല്ലെങ്കിൽ കട്ടപ്പുറത്താണോ? സ്കൂൾ ബസ്സല്ല കേട്ടോ, സോറി. ഇത് കട്ടപ്പുറത്ത് ഇരിക്കുന്ന ബസ്സാണ്. കാരണം ടയർ നീങ്ങിയിട്ടൊന്നുമില്ല, കണ്ടില്ല, ടയറൊക്കെ ഭയങ്കര ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സ്കൂൾ ബസ്സാണ്, പക്ഷെ അത് വാൻ. ഇത് കട്ടപ്പുറത്ത് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ മരത്തിൻ്റെ ചോട്ടിൽ 2 ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇവിടെ സ്കൂളാണ്. ഞാൻ ജസ്റ്റ് സ്കൂളിലേക്ക് എൻട്രി ചെയ്യണം. ഹലോ, ഹൗ ആർ യു സർ? ഗുഡ്. ക്യാൻ ഐ എൻട്രി ദ സ്കൂൾ? അവിടെ സ്കൂളിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്തിട്ടെന്ന് വെച്ചു, പിള്ളേരൊക്കെ കുറച്ചും കൂടി അടുത്ത് കാണാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറയുന്നത്, പിന്നെ പ്രിൻസിപ്പാളിനെ കണ്ടു ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ് ഇത് പ്രൈവറ്റ് സ്കൂളാണ്, അവൻ്റെ ബോസ് അതായത് ഈ സ്കൂളിൻ്റെ ബോസ് അപ്രൂവൽ തരാതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, അത് അവൻ കാര്യമാണല്ലോ പറഞ്ഞത്. ഞാൻ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള അപ്രൂവലൊക്കെ വാങ്ങിയിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് സ്കൂൾ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വെച്ചിട്ട്, പക്ഷേ അപ്രൂവൽ കിട്ടിയില്ല. വിക്ടോറിയ മോസ്ക് കണ്ട ബോർഡ് കണ്ടില്ലേ, വിക്ടോറിയ മോസ്കിൻ്റെ ബോർഡ്. ഇത് സ്കൂളിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം നമുക്ക്. ഓക്കെ, അങ്ങനെ ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് അങ്ങനെ നടന്ന് ഞാൻ പള്ളിയിലെത്തിയിട്ടാണ്. വലൈക്കും ഇസ്ലാം. ഗുഡ്. അപ്പോൾ ഞാൻ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സിംബാബ്വേയിലെ പള്ളി കേട്ടോ. വെള്ളിയാഴ്ച ആയാലും ഞാൻ ഇങ്ങനെ നിസ്കരിക്കാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇത് ദൂരമാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന്. ഞാൻ താമസിക്കുന്നത് വിക്ടോറിയ വാട്ടർഫാൾ സിറ്റിയിലാണ്, ടൗൺ. ഇതാണ് പള്ളി. പള്ളിയിൽ നേരത്തെ ഞാൻ വന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് പോയതാണ്. ഇത് അവരെ വീട്. പള്ളിയിലെ ഈ മാമിൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇതാണ് പള്ളി മെയിനായിട്ട്. ജുമ ഇറങ്ങാനൊക്കെ സമയമുണ്ട്, എന്നാലും ഞാൻ നേരത്തെ കയറുകയാണ്. ഈ സിംബാബ്വേയിലെ ഈ ഗ്രാമ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവർ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടാ, നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. ഈ മാർക്കറ്റിൽ കയറുമ്പോൾ തന്നെ N1 എന്ന് പറയുന്ന ഹോട്ടൽ ഇവിടെ ഉണ്ട് കേട്ടോ. N1 അടിപൊളി പെയിൻറ്റിങ്സ് ഉണ്ടോ. ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു പെയിൻറ്റിംഗ് ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് മേടിക്കാതെ പോകാൻ പറ്റില്ല. കണ്ട പെയിൻറ്റിംഗ് ഒക്കെ അത്ര നല്ല അടിപൊളി പെയിൻറ്റിംഗ് ആണ്.
കുട്ടികളായിട്ടാണ് ഇത് കണ്ട, കൊച്ചു കുട്ടികളുണ്ട് മാങ്കോസ്റ്റിൽ. എന്തായാലും അടിപൊളിയാണ്. പെട്ടെന്ന് ഞാൻ നടന്നു പോകുമ്പോഴേ റോട്ടിൽ കൂടെ പോകുമ്പോൾ കണ്ടതാണ്.